ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്താണ് മക്കൾ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഇഫ്താർ മെനു ഐഡിയാസ് ആയിട്ടാണ്. ഇന്ന് നോമ്പ് തുറക്ക് ഞാൻ പാലപ്പവും ചിക്കൻ വൈറ്റ് കുറുമയും അതുപോലെ ഒരു എഗ് സാൻഡ്വിച്ചും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ പാലപ്പം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ മാവൊന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ട് പാലപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇളം ചൂടുള്ള വെള്ളം, അതായത് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചോറും കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഇനി ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് ആക്റ്റീവ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ പാലപ്പത്തിനുള്ള മാവ് ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ മാവ് ഇപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ അതൊന്ന് ലൂസാക്കാനായിട്ട് ഞാൻ ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലപ്പത്തിനുള്ള മാവ് ഒരുപാട് തിക്കാവുകയും വേണ്ട, എന്നാൽ ലൂസാവുകയും വേണ്ട, അതിനിടത്തരം ഒരു കൺസിസ്റ്റൻസിയിൽ വേണം സെറ്റാക്കി എടുക്കാൻ. ഇനി ഈ മാവ് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഓവൻ ഒന്ന് ചെറുതായിട്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് മെഹന്തി. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള നാച്ചുറൽ ഹെന്നയാണ് കേട്ടോ. ഇത് അവൾ വീട്ടിൽ തന്നെ ചെയ്യണ ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ്. ഇതിൽ അവൾ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഹലാൽ ഹെന്നയാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വുളു ശരിയാവാത്ത അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. അവൾ ഹെന്ന കോണ്, നെയിൽ കോണ്, ബ്ലാക്ക് ഹെന്ന, പിന്നെ ഒരു നാച്ചുറൽ ബീറ്റ്റൂട്ട് ലിപ് ബാം, അതുപോലെ സ്റ്റെൻസിൽസ് ഇവയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ലിപ് ബാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 100% നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഫ്രാഗ്രൻസോ ഒന്നും തന്നെ ആഡ് ചെയ്യണില്ല. ഇത് ബീറ്റ്റൂട്ട് പൗഡർ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെഹന്തി ഇടാൻ ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ടെൻഷൻ വേണ്ട. ഇതുപോലുള്ള സ്റ്റെൻസിൽസ് വെച്ചിട്ട് നമുക്ക് മനോഹരമായിട്ട് തന്നെ മെഹന്തി ഇടാം. ഇത് ആ ഷീറ്റിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഒരുപാട് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇളക്കിയെടുത്ത സമയത്ത് ചെറുതായിട്ട് അതിൻ്റെ സൈഡൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കിത് കയ്യിൽ കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് മെഹന്തി ഇട്ടിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റെൻസിൽസ് വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് മെഹന്തി ഇടാനായിട്ട് പറ്റും. ഇതുപോലെ മെഹന്തി സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി അത് നല്ലപോലെ ചോത്തിയതിന് ശേഷമൊക്കെ ഇത് റിമൂവ് ആക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയതാണ് അത് ഉണങ്ങിയതിന് മുന്നേ. പക്ഷേ ശരിക്കും അത് ഉണങ്ങി സെറ്റായതിന് ശേഷം മാത്രം റിമൂവ് ആക്കിയാൽ അത് കറക്റ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ കിട്ടും കേട്ടോ. ഈ ഹെന്ന കോണ് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആണ്. പിന്നെ ഇത് ഹലാൽ ഹെന്ന ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇടാവുന്നതാണ്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റെയിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെന്ന ഇട്ടിട്ടുള്ള പിക്കാണ് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നല്ല കളറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മായാസ് ഓർഗാനിക് ഹെന്ന ആവശ്യമുള്ളവർ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അവളുടെ ഇൻസ്റ്റഗ്രാം ID ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഒരു ഹെന്ന കോണോ അല്ലെങ്കിൽ ഒരു പെന്നോ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യാന്ത്രികമായിട്ട് ഇതുപോലെ കെട്ടിയവൻ്റെ പേരും ഒരു ലവ് സിമ്പലും ഇട്ട് വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പാലപ്പത്തിനുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പാലപ്പത്തിലോട്ട് ഞാനിന്ന് വൈറ്റ് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം.
മര്യാദക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതിനിടക്ക് 3-4 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സോറി കേട്ടോ. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ എൻ്റെ പല്ലിലെ ക്ലിപ്പ് ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന ഇരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മര്യാദക്ക് സംസാരിക്കാനൊന്നും പറ്റാണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ചിക്കൻ വൈറ്റ് കുറുമ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പിന്നെ ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ വൈറ്റ് കുറുമ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം തന്നെ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ഒരൽപ്പം വലിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ ഇതിലോട്ട് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള എണ്ണയിലൊന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വെജിറ്റബിൾസ് ഒക്കെ എണ്ണയിലൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ചിക്കന് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോത്തോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെജിറ്റബിൾസും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം നമ്മൾ വൈറ്റ് ചിക്കൻ കുറുമയല്ലേ ഉണ്ടാക്കുന്നത്. പൊടികൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ആ എണ്ണയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 2ാം പാലിൽ ചിക്കനും വെജിറ്റബിൾസും നല്ലപോലെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വൈറ്റ് ചിക്കൻ കുറുമ നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കിഴങ്ങുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഞാനിതാ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. കൂടെ തന്നെ ഞാനൊരു 10-12 പീസ് കാഷ്നട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ ഇതിൻ്റെ ചാറ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ കറി ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ചെയ്യണത്, ഒരുപാട് ലൂസല്ല, കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ വൈറ്റ് ചിക്കൻ കുറുമയിലോട്ട് വറവിടാനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് വളരെ തിന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ അല്പം കാഷ്നട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലപ്പം, ഇടിയപ്പം, ചപ്പാത്തി, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു വൈറ്റ് ചിക്കൻ കുറുമ. അങ്ങനെ പാലപ്പത്തിലേക്കുള്ള വൈറ്റ് ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി പാലപ്പം റെഡിയാക്കാനായിട്ട് ഞാൻ മാവ് പൊങ്ങിക്കണമെന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ മാവ് നന്നായിട്ട് പൊങ്ങി പുറത്തോട്ട് പോയിട്ടുണ്ട്, ഓവനകത്തൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള പാത്രം ചെറുതായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ വലിയ പാത്രത്തിൽ വെക്കേണ്ടതായിരുന്നു. ഇനി ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പാലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് 2 ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ, അനും ഹേഷുക്കുട്ടിയും കൂടെ. കറി ആദ്യം റെഡി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആദ്യം അവർക്കുള്ള അപ്പം ഒന്ന് ചുട്ടു കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പാലപ്പച്ചട്ടി കംപ്ലൈൻ്റ് ആയിപ്പോയിട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വലിയ ചട്ടിയാണുള്ളത്. അപ്പോൾ അതിൽ പാലപ്പം ചുട്ടെടുത്തോണ്ട് തന്നെ നമ്മുടെ പാലപ്പം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ചിക്കൻ കുറുമ ചൂടാറിയപ്പോൾ ഒന്നുകൂടെ ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അനുക്കുട്ടിയും നൈഷും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പാലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് 2 പേർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ പാലപ്പവും വൈറ്റ് ചിക്കൻ കുറുമയും. പാലപ്പം
തയ്യാറാക്കാനായിട്ട് തലേ ദിവസം പച്ചരി വെള്ളത്തിലിടണം എന്നൊന്നുമില്ല കേട്ടോ. അതേപോലെ ഡബിൾ ഹോസിൻ്റെ ഈസി പാലപ്പപ്പൊടി വേണമെന്നില്ല. നമുക്ക് ഏതൊരു അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാവൊരു 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മാത്രം മതി പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പൂ പോലുള്ള പാലപ്പം ചുട്ടെടുത്തിട്ടുള്ളത്. അങ്ങനെ പാലപ്പൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി എഗ് സാൻഡ്വിച്ചും പിന്നെ ഒരു ഡ്രിങ്കും കൂടെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ആ സാൻഡ്വിച്ചിലേക്ക് ഞാനൊരു മയണൈസ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഹെൽത്തി മയണൈസ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നമ്മുടെ പാല് പിരിച്ചെടുത്തിട്ടുള്ളൊരു മയണൈസ് ഉണ്ടല്ലോ, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി. പിന്നെ എഗ് സാൻഡ്വിച്ചിനായിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഞാൻ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാല് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഡ്രിങ്ക് റെഡിയാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാണ് കേട്ടോ പാല് വെച്ചിട്ടുള്ളത്. ഈ പാലിലോട്ട് കുറച്ച് സേമിയ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ, മല്ലിയില എന്നിവയാണ് കേട്ടോ. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനിടക്ക് ഞാൻ ഇതിലേക്കുള്ള മയണൈസും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പാല് ഞാൻ ഒരൽപ്പം നാരങ്ങ നീര് ചേർത്തിട്ട് ഒന്ന് പിരിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 അല്ലി വെളുത്തുള്ളി, ഒരൽപ്പം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി എഗ് സാൻഡ്വിച്ചിലോട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തൊരു ബൗളിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതിലോട്ട് നമ്മൾ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളതിൻ്റെ വൈറ്റ് പാർട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. യെല്ലോ പാർട്ട് എടുക്കണില്ല കേട്ടോ, വൈറ്റ് പാർട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹെൽത്തി മയണൈസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ ഞാൻ ഒരൽപ്പം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് സാൻഡ്വിച്ചിലേക്കുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാൻഡ്വിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ആ ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രമേ കേട്ടോ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യുന്നുള്ളൂ. മുട്ടയുടെ മിക്സ് എന്ന് പറയുമ്പോൾ 2 മുട്ടയിലോട്ട് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് അതിലോട്ട് അല്പം ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി വരുന്ന ടൈമിൽ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ കുക്കാക്കി എടുക്കാം. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 6 ചെറുപഴം തൊലി കളഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 5 രൂപൻ്റെ ഒരു പാക്ക് ബൂസ്റ്റും അതുപോലെ തന്നെ 5 രൂപൻ്റെ ഒരു പാക്ക് ഹോർലിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനിടക്ക് നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ ഒരു ഫില്ലിങ്സ് വെച്ച് ഞാൻ മൊത്തം 5 എഗ് സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഴം അടിച്ചെടുത്തിട്ടുള്ളത് ഞാനിതാ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതിലോട്ട് കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും പിന്നെ നമ്മൾ പാലിൽ വേവിച്ചെടുത്തിട്ടുള്ള സേമിയ നല്ലോണം ചൂടാറിയതിന് ശേഷം അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കുടിക്കാൻ. ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ്, പിന്നെ അതിൽ ആ ഒരു സേമിയ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ ഒരു നോമ്പിനൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇത് ഒരൊറ്റ ഗ്ലാസ് മതി കേട്ടോ വയറ് നിറയാനായിട്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. എല്ലാവരും ഒന്നുമില്ല, ഞാനും സോനുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അനും നൈഷൊക്കെ 2-3 നേരം നോമ്പ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ ഇഫ്താർ മെനു ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇതിലെ ഓരോ റെസിപ്പീസും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം നല്ല അടിപൊളി റെസിപ്പീസാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതുപോലെ തന്നെ ആ ഒരു സിമ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി അത് മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും
അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്